നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. ഒരു ആഫ്രിക്കൻ പഴച്ചെടിയാണിത്. സപ്പോട്ടേസെ കുടുംബാംഗമായ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സിൻസെപ്പാഡം ഡൾസിഫിക്കം എന്നതാണ്. ഏകദേശം ഒരാളുടെ ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണിത്. ഇതിൻ്റെ ഇലകൾ ദീർഘവൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത്. ശാഖാഗ്രങ്ങളിലാണ് ഇതിൻ്റെ ഇലകൾ കൂട്ടമായി കാണപ്പെടുന്നത്. വെളുപ്പ് നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ഈ സസ്യത്തിനുള്ളത്. ഇതിൻ്റെ ഫലം ഏകദേശം 2 സെൻറ്റിമീറ്ററോളം വ്യാസമുള്ളതും ചുവന്ന നിറത്തിലും കാണപ്പെടുന്നു. ഈ സസ്യത്തിൻ്റെ ഫലത്തിന് വളരെയധികം പ്രത്യേകത തന്നെയുണ്ട്. ഒരു ഫലം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് പുളി, കയ്പ് എന്നീ രസങ്ങൾ നമുക്ക് അറിയാതെ മധുരരസം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. മിറാക്കുലിൻ എന്ന പ്രോട്ടീൻ ഘടകമാണ് ഇതിനെ സഹായിക്കുന്നത്. കീമോതെറാപ്പിക്ക് വിധേയരായ അർബുദ രോഗികളിൽ നാവിൻ്റെ രുചി നഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ആഹാരമായി കൊടുക്കാവുന്നതാണ്. അതുപോലെ പ്രമേഹ രോഗികൾക്ക് നല്ലൊരു ഔഷധവുമാണ് ഈ ഫലം. ധാരാളം ഔഷധ മൂല്യമുള്ള ഇതിൻ്റെ ഫലം മരുന്നുകളുടെ ദുസ്വാദ് അകറ്റാനും സഹായിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. മിറാക്കിൾ ഫ്രൂട്ട് എന്ന അത്ഭുത പഴം എന്ന് പറയും. ഇതിന് അത്ഭുത പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ വിചാരിക്കാത്ത ഒരു അത്ഭുതമായൊരു ഗുണങ്ങളാണ്. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ്, ധാരാളം എനർജി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അർബുദ രോഗികൾക്ക് അതുപോലെ പ്രമേഹത്തിന് കൊടുക്കാം. ശരീരത്തിൽ ക്ഷീണിച്ച ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ഈ പഴങ്ങൾ കഴിച്ചാൽ വളരെ നല്ലതാണ്. ഇതിനൊരു ഗുണം ഈ വായിലുണ്ടാകും, നാവിലെ ഈ ടേസ്റ്റ് ബഡിന് അതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ആക്ഷൻ. അപ്പോൾ ഈ വിശപ്പില്ലാത്ത രുചിയില്ലാത്ത ആൾക്കാർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ രുചിയുണ്ടാവും. മിക്കവാറും ഈ പനിയൊക്കെ വന്നിട്ട് വേറെ വല്ല കുറേ അസുഖങ്ങളെ കൊണ്ട് വിശപ്പില്ലാണ്ട് ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർക്ക് ഇത് ദിവസേന ഈ പഴം 2 ദിവസേന കഴിച്ചാൽ അവരുടെ വായിക്കുണ്ടാകുന്ന ടേസ്റ്റ് ബഡ് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ കുറേശ്ശെ രുചി തോന്നും, ക്രമേണ ഭക്ഷണം കഴിക്കാറാവും.